Hey, hello everyone. Assalamu alaikum. Welcome back to my YouTube channel. So, ഇന്നത്തെ വീഡിയോ as you can guess that it's all about our home. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഹോം ടൂർ ആണ്. നമ്മൾ കുറേ പേര് ഞാൻ ഹൗസ് വാമിങ്ങിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ആക്കിയപ്പോൾ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോം ടൂർ വേണം, ഹോം ടൂർ വേണം. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ഒക്കെ ഞാൻ അപ്ലോഡ് ആക്കുമ്പോഴും ഹോം ടൂർ വേണം എന്ന് കുറേ റിക്വസ്റ്റുകൾ ഉണ്ടായിരുന്നു. സോ അതൊക്കെ മാനിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീടിന്റെ ഹോം ടൂർ ആണ്. ഞാൻ പറയണത് കേൾക്കുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല. ഒരു മൈക്കൊക്കെ വാങ്ങണം, സെറ്റാക്കണം. ഇവിടെ റോഡിൽ കൂടെ വണ്ടികളൊക്കെ പോകുമ്പോൾ ഇടക്ക് കലവില സൗണ്ടുകളുണ്ട്. അപ്പൊ നിങ്ങൾ അതൊന്ന് ക്ഷമിക്കണം. ഉള്ളിൽ കയറിയ സീൻ ഉണ്ടാവില്ല, പുറത്തുനിന്ന് ചിലപ്പോൾ ആ സൗണ്ട് വണ്ടികളുടെയൊക്കെ ഹോണും കാര്യങ്ങളൊക്കെ കേൾക്കും. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ ഹോം ടൂറിലോട്ട് ഇറക്കാം. ഹൗസ് വാമിങ്ങിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ട ടൈമിൽ നമ്മുടെ ഇങ്ങനെ പന്തലും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് വീട് പുറത്തുനിന്ന് നേരെ കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല ഹൗസ് വാമിങ്ങിന്റെ വ്ളോഗിൽ. അപ്പോൾ നമ്മുടെ വീട് പുറത്തുനിന്ന് കാണാനുള്ള ഒരു ലുക്ക് ഇതാ ഇങ്ങനെയാണ്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമ്മുടെ വീട് പുറത്തുനിന്ന് കാണാനുള്ള ഒരു ലുക്ക്. അപ്പോൾ ഇത് മാത്രം മതിയോ? നമ്മുടെ വീടിൻ്റെ സ്റ്റെപ്പായിട്ടുള്ള ഓരോ ഘട്ടവും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഏകദേശം 2024 ഓഗസ്റ്റ് ലാസ്റ്റിലോ അല്ലെങ്കിൽ സെപ്റ്റംബർ ഫസ്റ്റിലൊക്കെ ആയിട്ടാണ് നമ്മുടെ വീട് പണി സ്റ്റാർട്ടാവുന്നത്. ഏകദേശം 1.5 വർഷം കൊണ്ടാണ് നമ്മുടെ വീട് പണി കംപ്ലീറ്റ് ആയത്. പിന്നെ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്ന ടൈമിൽ വാപ്പ നാട്ടിലുണ്ടായിരുന്നു. എൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അറിയണ്ടാവും. പിന്നെ വീടിൻ്റെ ഓരോരോ ഘട്ടമാകുമ്പോഴും ഞാനിങ്ങനെ കുറച്ച് വീഡിയോസ് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ വീടിന്റെ ഓരോരോ ഘട്ടവും ഇങ്ങനെ കാണാമല്ലോ. നമ്മുടെ വീടാവുന്നത് വരെയുള്ള നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഓരോ മെമ്മറീസും കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ഈ വീഡിയോസ്. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഫൗണ്ടേഷൻ പണി കഴിഞ്ഞു, പിന്നെ ചുമര് കെട്ടിപ്പൊക്കണമൊക്കെ ആയിരുന്നു. പിന്നെ ഫൗണ്ടേഷൻ പണി കഴിഞ്ഞപ്പോൾ തന്നെ വാപ്പ തിരിച്ച് ദുബായിലോട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ തേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അതാ ഏകദേശം ഇങ്ങനെയായി. വാപ്പ ഒന്നും നാട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ ഈ നമുക്കിങ്ങനെ ചുമര് നനക്കണ ഒരു പരിപാടി ഉണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ ഇടങ്ങാറായിട്ടുണ്ടായിരുന്നു. ഇമ്മയായിരുന്നു ഫുൾ അതിന് എഫേർട്ട് എടുത്തിരുന്ന ആള്. 2 നേരം വീട് ഇങ്ങനെ വന്ന് നനക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആയിരുന്നു, പ്രത്യേകിച്ച് ഇമ്മാക്ക്. ഇതാ പിന്നെ പെയിന്റ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴുള്ള ഫൈനൽ ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിന്റെ ഒരു ജേണി. ഇങ്ങനെ നമ്മുടെ വീടിന്റെ ജേണി കാണിക്കാനായിരുന്നു ഓരോ സ്റ്റെപ്പും ഞാൻ വീഡിയോസ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീട് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമന്റ് ചെയ്യുക. അപ്പോൾ ഇനി എന്തായാലും നേരെ നമ്മുടെ ഹോം ടൂറിലോട്ട് പോവാം. നമ്മുടെ വീടിന്റെ പണി കംപ്ലീറ്റ് ഫുള്ള് കഴിഞ്ഞിക്കണു. പക്ഷെ ഇങ്ങനെ പുറത്ത് മതിലും ഇതൊന്നും സംഭവങ്ങളൊന്നും നമ്മൾ വെച്ചിട്ടില്ല. അത് ഇൻഷാ അല്ലാ നമ്മൾ വെക്കും. അപ്പൊ ഇനി നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവാം. ഇതാണ് എങ്ങനെ പറയാന്ന് അറിയില്ല. ഞാൻ ആകെ ഒരു ഹോം ടൂർ ആണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ പഴയ വീടിന്റെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് 2ാമത്തെ ഹോം ടൂർ ആണ് ഇത്. അപ്പോ ശരിയാവുമെന്ന് വിചാരിക്കണം. ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് കയറാം. കയറി വരുമ്പോൾ ഇങ്ങനെയാണ്. ഇവിടെ ഒരു ചെറിയൊരു സിറ്റ് ഔട്ട് തന്നെ ഉണ്ട്. പിന്നെ ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ. പിന്നെ എന്താ ഉള്ളത്? പിന്നെ ഇതാണ് നമ്മുടെ വീടിന്റെ പേര്. ഇതാണ് നമ്മുടെ വീടിന്റെ പേര്. ബൈത്തുൽ ഹിൽ എന്നാണ് നമ്മുടെ വീടിന്റെ പേര്. മീൻസ് സ്വപ്ന ഭവനം അല്ലെങ്കിൽ ഡ്രീം ഹോം എന്നാണ്. ഇത് അറബിയിൽ ആണ്, പക്ഷെ നമ്മൾ ആ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ കൊടുത്തു എന്ന് മാത്രം. കാണുന്നവർക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട്. അറബിയിൽ എഴുതി എല്ലാവർക്കും മനസ്സിലാവില്ലല്ലോ, അതുകൊണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ എൻട്രൻസിൽ മാഷാ അല്ലാ എന്ന് പറഞ്ഞ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്ത കാലിഗ്രഫി സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്തു തന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജാണ്. അത് ഞാൻ വേണമെങ്കിൽ കമന്റിൽ പിൻ ചെയ്ത് വെക്കാം. നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ ചെയ്തൊക്കെ വർക്കൊക്കെ ചെയ്തത് ഓരാണ്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീട്ടിന്റെ ഉള്ളിലോട്ട് കിടക്കാം. കയറി വരുമ്പോൾ ഉള്ളതാണ് നമ്മുടെ ലിവിംഗ് റൂം. ഇങ്ങനെയാണ് നമ്മുടെ വീടിന്റെ ലിവിംഗ് റൂം വരുന്നത്. കയറി ഫ്രണ്ടിലോട്ട് വരുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ കാണാൻ ലിവിംഗ് റൂം ആണ്. നമ്മുടെ ലിവിംഗ് റൂം ചെയ്തിട്ടുള്ള ഒരു ഗ്രേ ആൻഡ് ഐവറി കളർ തീമിലാണ്. ഇപ്പൊ സോഫ ഗ്രേ കളറാണ്, കേർട്ടന് ഐവറി കളറാണ്, പിന്നെ സോഫന്റെ പില്ലും ഐവറി കളറാണ്. അങ്ങനത്തെ ഒരു തീമിലാണ് നമ്മളിത് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഗ്രേ ആൻഡ് ഒരു ഇതിലാണ് നോക്കിയത്. പിന്നെ ഇവിടെ TV യൂണിറ്റ് വരുന്നുണ്ട്. TV ഫിക്സ് ആക്കിയിട്ടില്ല. അത് നമ്മളിപ്പോ തൽക്കാലത്തിന് ഇവിടെ വെച്ചിക്കാണ്. TV നമ്മളങ്ങനെ എല്ലാരും അങ്ങനെ പൊതുവെ കാണാറൊന്നുമില്ല. പിന്നെ ഇനി കാണുമ്പോ എപ്പോഴേലും നോക്കാം, അല്ലെങ്കിൽ പിന്നെ എപ്പോഴേലും സെറ്റാക്കാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ വെച്ചിക്കാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ഏരിയ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ ഇവിടെ എന്റെ ട്രോഫീസ് വെക്കാനുള്ള ഒരു ഏരിയ ആണത്. ഞാൻ ഇത് വേണോന്ന് ചോദിച്ചതാണ്, പക്ഷെ ഞാൻ ഉണ്ടാക്കിയ ട്രോഫിയൊക്കെ പിന്നെ എവിടെ വെക്കും? അതിലാണ് ഈ സംഭവം. ഇതിന്റെ ഉള്ളില് എന്റെ ട്രോഫികളാണ്. പിന്നെ ഈ കേർട്ടന്റെ അപ്പുറത്തും ഇപ്പുറത്തും നമ്മളൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ലൈറ്റ് ഇടുമ്പോ അത്
ഭയങ്കര ഇരുട്ടായ പോലെ എന്റെ മുഖം ഡിമാണ പോലെ വീഡിയോ തോന്നി, അതുകൊണ്ടാണ് അത് ഇതാക്കാത്തത്. പിന്നെ ഇത് ഇങ്ങനെയാണ് നമ്മുടെ TV യൂണിറ്റ് വരുന്നത്. അതിന്റെ മുകളിലും നമ്മളൊരു ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ ലൈറ്റ്സുകളൊക്കെ നമ്മൾ വാങ്ങിയത് കോയമ്പത്തൂർ പോയിട്ടായിരുന്നു. അവിടെ ബൾക്കായിട്ട് കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോയതാണ്. ഞാൻ അതിന്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ കോയമ്പത്തൂർക്ക് പോയത്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മളന്ന് പോയത്. പക്ഷെ ഈ 2 ലൈറ്റ്സും നമ്മുടെ പ്ലാനിൽ ഉണ്ടായിരുന്നില്ല ഇത് വെക്കണം എന്നുള്ളത്. കാരണം നമ്മള് കർട്ടൻ ഇങ്ങനെ അല്ലായിരുന്നു ഉദ്ദേശിച്ചത്. പിന്നെ നമ്മൾ ഇങ്ങനെ ആക്കിയപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ എടുത്ത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ലൈറ്റ് വാങ്ങിയതാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ വേണമെങ്കിൽ അയാനുവിന്റെ സൗണ്ട് കേൾക്കണ്ടാവും. ഓന് റൂമിൽ ഉണ്ട്, ചിലപ്പോൾ ഓന്റെ സൗണ്ട് കേൾക്കണ്ടാവും. അത് ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക. പിന്നെ അതിന്റെ മുകളിൽ ഇതാ വേറൊരു കലിഗ്രഫി സംഭവം ഉണ്ട്. അതും നമ്മുടെ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞില്ല, ആ ഒരു പേജ് സെറ്റ് ആക്കി തന്നതാണ്. പിന്നെ അതാ ഇവിടെ ഇങ്ങനെ ഒരു ടീപ്പോയും വരുന്നുണ്ട്. ഇത് മറ്റേ ഡബിൾ ആയിട്ടുള്ള സംഭവമാണ്. ഇതിന്റെ ആണെങ്കിൽ വേറെ എന്തെങ്കിലും ഉപയോഗത്തിന് എടുക്കാം, ഇങ്ങനെ വെക്കാം. ഇത് നമ്മുടെ ടീപ്പോയി. പിന്നെ ഈ ലിവിംഗിൽ നിന്ന് നമ്മൾ നേരെ പോണത് നമ്മുടെ ഡൈനിങ് ഏരിയയിലോട്ടാണ്. ഡൈനിങ് ഏരിയ അല്ലെങ്കിൽ ഒരു കോമൺ ഹോൾ എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ അങ്ങോട്ട് പോണതിന്റെ തൊട്ടുമുമ്പ് തന്നെ ഇവിടെ ഒരു പാർട്ടീഷൻ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ചെറുതായിട്ട്, ഭയങ്കര ഓവറായിട്ടൊന്നുമില്ല, ചെറുതായിട്ടുള്ള ഒരു പാർട്ടീഷൻ. അതിന്റെ ഇടയിൽ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് നമ്മുടെ വീടിരിക്കലിന് തൊട്ട് കുറെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ ഇതൊക്കെ സ്റ്റോക്ക് ചെയ്ത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാങ്ങി വെച്ച സംഭവങ്ങളാണ് ഇതൊക്കെ. പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഈ ഒരു ഏരിയയിലോട്ടാണ്. ഇവിടെ 2 റൂം വരുന്നുണ്ട്. ആ റൂം കാണിക്കണതിന്റെ മുമ്പ് ഇവിടുത്തെ ഒരു ഏരിയ ഒക്കെ കാണിച്ചിട്ട് നമുക്ക് നേരെ റൂമിലോട്ട് പോവാം. പിന്നെ അതാ നമ്മുടെ ഈ ഒരു വോളില്, നമ്മുടെ ഈ റൂമിലോട്ട് കയറുന്ന ഈ ഒരു വോളില് നമ്മൾ അങ്ങനെ ആയത്തുകുർസിയിൽ ചെയ്ത ഒരു സംഭവം കൂടി ഉണ്ട്. പിന്നെ ഇതാ ഈ ഒരു ഇവിടെ ഇങ്ങനെ ഇത്രയും സ്പേസ് ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഇങ്ങനെ ഇവിടെ വെച്ചതാണ്. അതൊക്കെ നമ്മൾ വീടെടുക്കാണ്ട് 2-3 ദിവസം മുമ്പാണ് ഈ സാധനം വാങ്ങിയത്. ബാക്കിയുള്ള ചെറിയ സംഭവങ്ങളൊക്കെ നമ്മൾ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വിചാരിക്കും ഇത് മോഡലാണോന്ന്. അല്ല, ഇത് ബെഡ് വന്നാണ്. ഇത് നമുക്ക് ഇനി ഏതെങ്കിലും റൂമിലേക്ക് സെറ്റ് ആക്കണം. മീൻസ് ഇത് പ്രൊമോഷന് വന്ന ഒരു ഇതാണ്. പിന്നെ ഇവിടുന്ന് നമ്മൾ നേരെ പോണത് നമ്മുടെ ഡൈനിങ് ഏരിയയിലോട്ടാണ്. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. 6 ചെയർ വരുന്ന 6 ആൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഡൈനിങ് ഏരിയ ആണ്. ഇത് നമുക്ക് സെറ്റാക്കി തന്നത് ഹൈടെക് ഫർണിച്ചർ എന്ന് പറഞ്ഞ ഒരു ഫർണിച്ചർ ഷോപ്പാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സംഭവം കൂടിയായിരുന്നു നമ്മുടെ ഡൈനിങ് സെറ്റ് എന്ന് പറയുന്നത്. ഇതാ അടിയിൽ ഇങ്ങനെ W എന്താ പറയുക, വിയോ അങ്ങനെ ഒരു മോഡലിൽ വരുന്ന സംഭവമാണ്. അതിന് പുറമെ ചെയറിൽ കുഷനും വരുന്നുണ്ട്. അങ്ങനെ ഉള്ള ഒരു ഡൈനിങ് സെറ്റ് ആണ്. നമ്മളിത് പർച്ചേസ് ചെയ്തത് ഹൈടെക് ഫർണിച്ചറിൽ നിന്നാണ്. ഓനെ കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഓരുടെ പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. പിന്നെ എന്താ ഈ ടേബിളിന്റെ മുകളിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു സംഭവം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതൊന്നും ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വാങ്ങിച്ചതാണ്. ഇങ്ങനെ ഹൗസ് വാമിങ്ങും കുടിയിരിക്കലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു 3-4 മാസം മുമ്പ് തന്നെ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് കുറച്ചീച്ച വാങ്ങാം. അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ സെറ്റ് ആകാം. പക്ഷെ ഹൗസ് വാമിങ്ങിന് ആവാൻ ദിവസങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് അത് സെറ്റ് ആകൂല. കാരണം അപ്പൊ തന്നെ നമുക്ക് ഓൾറെഡി നല്ലതായിരിക്കും. അതിന്റെ പുറമെ ഇതുകൂടി വാങ്ങാൻ നടക്കൂല. അപ്പോൾ മെല്ലെ ഒരു 3-4 മാസം മുമ്പ് തന്നെ വാങ്ങി വെക്കണായിരിക്കും നല്ലത്. പിന്നെ നമ്മളിതാ ഇങ്ങനത്തെ ഒരു സംഭവമുണ്ട്. ഇതില് ഉപ്പ്, പിന്നെ ഇതില് മറ്റേ ജീരക മുട്ടായി എന്നൊക്കെ പറയും, ആ ഒരു സംഭവം. ഇത് സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഉപ്പ് വേണം. ഫുഡ് കഴിക്കുമ്പോൾ ചിലർക്ക് ഉപ്പ് കമ്മിയേക്കാരം. അപ്പോൾ ഉപ്പ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊട്ടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ ഇതിൽ കുറച്ച് വെള്ളം അങ്ങനെ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ വരുമ്പോൾ ഈ സംഭവം കാണിച്ചിട്ടുണ്ടല്ലോ, ഇങ്ങനെ ഇവിടെ അങ്ങനെ കുറച്ച് ഏരിയുണ്ട്. അതിങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റെയറിന്റെ അടിയിൽ നമ്മൾ അങ്ങനെ സെറ്റ് ആക്കിയതാണ്. പിന്നെ ഇവിടെ ജനലാണ്. നമ്മളിവിടെ വലിയൊരു ജനൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അങ്ങനെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ പുറത്തൊക്കെ വ്യൂ ഒക്കെ കണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തതാണ് ഈ ഒരു ജനല്. പിന്നെ നമ്മുടെ വാഷിംഗ് ഏരിയ വരുന്നത് ഈ സ്റ്റെയറിന്റെ ഇവിടെയായിട്ടാണ് നമ്മുടെ വാഷിംഗ് ഏരിയ നമ്മൾ സെറ്റ് ആക്കിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ കുറച്ച് കാണാനുള്ള ഷോ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞില്ലേ, ആ വലിയൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് നമ്മൾ വെച്ചുകൊടുത്ത് അവിടെ ആയിരുന്നു ഇമ്മാക്കും ഒക്കെ താല്പര്യം, അവിടെ വെക്കായിരുന്നു വാഷിംഗ് ഏരിയ. പക്ഷേ അത് ഭയങ്കര പുറത്തേക്ക് എടുത്ത് കാണിക്കുന്നുള്ളതുകൊണ്ട് നമുക്ക് വലിയ താല്പര്യം ഉണ്ടായില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ അടിയിലോട്ട് കൊണ്ടുവന്നത്. എന്നാൽ പിന്നെ നമ്മൾ കൈകടവും കാര്യങ്ങളൊന്നും അങ്ങനെ ഇപ്പോൾ ഹോളിലൊക്കെ ആരെങ്കിലും വന്നിരിക്കുകയാണെങ്കിൽ അങ്ങനെ ആരും കാണില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് മാറ്റിയതാണ്, ജസ്റ്റ് ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ട്. അത്രേ ഉള്ളൂ. ലൈറ്റ് ഇട്ടോ? ലൈറ്റ് ഉണ്ടോ? ഇതിന് ഇതില് ലൈറ്റ് എത്തും.
എൻ്റെ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ കൂടിയാണ് ഡൈനിങ് ഏരിയ. കാരണം ഫുഡ് കഴിക്കുമ്പോൾ ഈ ഇതുള്ളത് കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോക്കിയിട്ട് ഫുഡ് കഴിക്കും, നല്ല രസമാണ്. പിന്നെ വാഷിംഗ് ഏരിയയും എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഡൈനിങ് സെറ്റും അടിപൊളി. പിന്നെ എന്താ ഇതിന്റെ മുകളിൽ നമ്മളൊരു ലൈറ്റ് ഫിക്സ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഫാൻ എന്തെങ്കിലും ഫിറ്റ് ആക്കാന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഈ സാധനം വെച്ചു. പിന്നെ അവിടെ ഒരു ക്ലോക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ വരുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ കിച്ചൺ. നമ്മുടെ ഓപ്പൺ കിച്ചൺ ആണ്. അങ്ങനെ നല്ല ഓപ്പൺ ഒന്നും അല്ല, എന്നാലും ചെറുതായിട്ട് നമ്മൾ ചെറിയ ഒരു വ്യത്യാസമൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇങ്ങനത്തെ ഒരു ഷോ ഐറ്റം വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ കാണാൻ ഭംഗിക്ക് 2 ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഷോക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മുടെ ഷോ ഐറ്റംസ് മാത്രം ഉണ്ടാവില്ല, നമ്മൾ പുറത്തെടുക്കാത്ത കുറച്ച് സാധനങ്ങൾ അതിങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവം കൂടി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ പുറത്തുനിന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് മാത്രമാണ് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സെറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെങ്ങനെ തുറക്കുന്നത്? ഇതിന് തുറക്കാനുള്ളത് അപ്പുറത്തു കൂടെ പോകണം. ഇത് ഇവിടുന്ന് നമുക്ക് ഇങ്ങനെ കാണാൻ മാത്രം പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പൺ കിച്ചന്റെ ഒരു കുറച്ച് ഏരിയ. കണ്ടോ, നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഫുഡൊക്കെ എടുത്തേക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും എടുത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി എന്തെങ്കിലും വേണോ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അത്രേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു രസത്തിന് ഇമ്മക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഓപ്പൺ കിച്ചന് വേണം എന്നുള്ളത്. അടിച്ചിട്ട് ഭയങ്കര ഓപ്പൺ ആവരുതെന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവം, ഈ ഒരു സംഭവം ജസ്റ്റ് ഒന്ന് വെച്ചത്. ഭയങ്കരമായിട്ട് ഓപ്പൺ ആയ പോലെ ഒരു ഫീലിംഗ് കിട്ടൂലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ജസ്റ്റ് ഈ 2 ഐറ്റംസ് കൂടി നമ്മൾ ആഡ് ആക്കിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ടാണ് വരുന്നത്, നമ്മുടെ കിച്ചൺ. ഇതാണ് നമ്മുടെ ഓപ്പൺ കിച്ചണ്. നമ്മൾ പക്ഷേ നിങ്ങൾ വിചാരിക്കും ഇവിടുന്ന് കിച്ചൺ പാചകമൊക്കെ ചെയ്യുന്നു. ഒന്നും ഇവിടുന്ന് നമ്മൾ ചെയ്യാറില്ല. ജസ്റ്റ് ഗ്രൈൻഡറിൽ എന്തോ മാവാട്ടാൻ മാത്രം ഇങ്ങോട്ട് വരാറുണ്ട്, അല്ല ഒന്നിനും വരില്ല. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് സാധനം എടുക്കാനും. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ആദ്യം കാണാം ഫ്രിഡ്ജ് ആയിരിക്കും. ഫ്രിഡ്ജ് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഇങ്ങനെ വന്നാൽ ഇവിടെ ഇങ്ങനത്തെ ഒരു സംഭവമുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ സിങ്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. പിന്നെ 2-3 ഭരണി ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ടീ, കോഫി, ഷുഗർ എന്നിവ ജസ്റ്റ് ഷോ നമ്മൾ എടുക്കൂല. ഇതില് ഷുഗർ ഒക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും ഒരു ദിവസം ഷുഗർ എടുത്തപ്പോ ചീത്തായിരുന്നു, അത് എടുക്കാനുള്ള പിന്നെ എന്തിനാന്ന് അറിയില്ല. അപ്പൊ നമ്മള് ഇത് ജസ്റ്റ് ഇങ്ങനെ കാണാൻ വേണ്ടിട്ട് അടച്ചിട്ടാണ്. അവിടെ കിച്ചണില് വർക്ക് ഏരിയയില് ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോ കാണിച്ചു തരാം. നമ്മുടെ ഈ സംഭവം ഈ കളറിന് ഇപ്പൊ എന്താ പറയാ ഒരു ക്രീമും അല്ല, എന്തോ ഒരു കളറ് എന്ന് വേണമെങ്കിൽ പറയാം. ചായ കളർ എന്ന് വേണമെങ്കിൽ പറയാം. ഈ കളറിന് എന്താ പറയാന്ന് എനിക്കറിയില്ല. ഈ ഒരു കളറിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആദ്യം മുതലേ വിചാരിച്ചിരുന്നത് ഈ കളർ മതി എന്നായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ കളർ ചെയ്തത്. പിന്നെ ഇവിടെ അങ്ങനെ ബ്ലാക്ക് ഗ്ലാസ്സിൽ വന്നിട്ടുള്ള സംഭവങ്ങളും ജസ്റ്റ് ഒരു ഭംഗിക്ക് ചെയ്തിരിക്കണു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിന്റെ ഇപ്പുറത്തും ആ ഒരു സാധനം വന്നിട്ടുണ്ട്. ഇതിന്റെ ഇവിടെയും ഈ ഒരു വലിയ ഡോർ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാം. പിന്നെ ഇതിന്റെ ഇടയിൽ കുറെ കബോർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിന്റെ ഇടയിലൊക്കെ പിന്നെ നമുക്ക് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഈ ഒരു സൈഡിലാണ് നമ്മുടെ ഗ്രൈൻഡറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതാണ് ഇവിടെ അങ്ങനെ ഒരു തുണിയൊക്കെ കാണുന്നത്, അത് ഗ്രൈൻഡർ വെച്ചാണ്. പിന്നെ നിങ്ങൾ വിചാരിക്കും ഈ ഒരു സംഭവം എന്തിനാണ് ഇവിടെ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ എന്ന്. ഇത് ഈ ഫ്രിഡ്ജ് ഇങ്ങനെ ഇതുപോലെ വരുന്നുണ്ടല്ലോ. അപ്പൊ ഈ ഫ്രിഡ്ജിന്റെ വയറും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നമ്മുടെ കൈ പോകാതിരിക്കാൻ വേണ്ടിട്ട് സെറ്റായി തന്നാണ് അത്. പിന്നെ ഇതിന്റെ മുകളിലും ഇങ്ങനത്തെ ഒരു സംഭവമുണ്ട്. ഇത് നമ്മളിപ്പോ നമ്മള് ഹൗസ് വാമിങ്ങിന്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പാത്രങ്ങളും ഗ്ലാസ്സുകളൊക്കെ ബാക്കി ഉണ്ടാവല്ലോ, അതൊക്കെ നമ്മൾ വെച്ച് സെറ്റാക്കിക്കാണ്. ചാക്കും ഇതൊക്കെ സാധനങ്ങളാണ് നമ്മളവിടെ വെച്ചിട്ടുള്ളത്. അപ്പോ ഇനി നമുക്ക് നേരെ നമ്മുടെ വർക്ക് ഏരിയയിലോട്ട് പോവാം. ഇത് ഞാൻ തുറന്ന് കാണിച്ചു തന്നില്ലല്ലോ. ഇത് നമുക്ക് ഇവിടെയാണ് ഇതിന്റെ ഡോർ വരുന്നത്. നമുക്ക് ഇവിടുന്ന് സാധനങ്ങൾ എടുക്കാം, ചായ കുടിക്കാം, എന്താണെങ്കിലും ചെയ്യാം. ഇവിടെയാണ് നമ്മൾ ഇതിന്റെ ഡോർ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോവാം. ഇവിടെ ഇങ്ങനെ ഒരു ഗ്ലാസിന്റെ ഡോറാണ് ചെയ്തിട്ടുള്ളത്. വേണമെങ്കിൽ ഇങ്ങനെ നോക്കാം. വരും. ഇതാണ് നമ്മുടെ മമ്മീന്റെ ഏരിയ. ഇങ്ങോട്ട് വരും. ഇതാണ് നമ്മള് ചോറും കറിയും ഒക്കെ ഉണ്ടാക്കുന്ന കിച്ചൺ. ഇതാണ് നമ്മുടെ റിയൽ കിച്ചൺ. ഇവിടെ നമ്മുടെ ഗ്യാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് മീൻ പൊരിച്ചത്, മീൻ കറി ഇറക്കിയത് വേണം. പിന്നെ ഇവിടെ നമ്മുടെ മിക്സിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഇങ്ങനെ കത്തി, സ്പൂണ് അതൊക്കെ വെക്കാൻ വേണ്ടിട്ട് ഒരു സാധനം സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ എല്ലായിടത്തും ഇങ്ങനത്തെ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വെച്ചപ്പോ 3 ബാക്കി വന്നു. അത് നമ്മൾ ഇവിടെ സെറ്റ് ആക്കിയതാണ്. അതാണ് ഈ 3 ഇങ്ങനെ
അവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ അവിടെ ജനല് അങ്ങനെയുള്ളൂ. എനിക്ക് ഈ അടുക്കളയിൽ ഏറ്റവും നന്നായിട്ട് ഇഷ്ടപ്പെട്ട എന്താണോ, ഈ ജനല് തുറന്നിട്ട് നമ്മളിങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ നല്ല വ്യൂ ആണ്. നല്ല വെയിലൊക്കെ വന്നിട്ട് നല്ല രസമാണ് നമ്മളൊന്ന് കുക്ക് ചെയ്യാൻ. ഇതിപ്പോ ഏകദേശം 4 മണിയായി, അതുകൊണ്ടാണ് അതിന്റെ ഇത് അറിയാത്ത. ഒരു ഉച്ച ഒരു 12-13 മണിയൊക്കെ ആകുമ്പോൾ നല്ല രസമാണ് അവിടെ നിൽക്കാൻ. അങ്ങനെ കുക്ക് ചെയ്യാൻ നല്ലൊരു വൈബാണ്. പിന്നെ നമ്മൾ ഇവിടെയാണോ ഗ്യാസ്, അപ്പൊ നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ നമ്മുടെ എന്താണ് പൊടിയും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് കൂടി ഉണ്ട്. ഇങ്ങനെ സാധനങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് എടുക്കാം. ഇത് നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന സാധനങ്ങളാണ്. ഉപ്പ്, ചായപ്പൊടി, നെയ്യ്, അങ്ങനത്തെ സാധനങ്ങളാണ്. പിന്നെ ഇതില് നമ്മള് പരിപ്പ്, അങ്ങനത്തെ മഞ്ഞപ്പൊടി, ഉലുവ, അങ്ങനത്തെ സംഭവങ്ങളാണ്. അത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഗ്യാസ് ആണല്ലോ, ഇവിടെ വേണമെങ്കിൽ ഒരാൾക്ക് വന്നിരിക്കാം. അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട്, വേണമെങ്കിൽ ഇരിക്കാം. പിന്നെ ഇവിടെ ഗ്യാസ്, പിന്നെ ഇതിന്റെ ഇവിടെ പാത്രങ്ങൾ വെക്കാനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ വേണമെങ്കിൽ നമുക്ക് സെറ്റാക്കാം. ഇവിടെ ഗ്യാസ്, നമ്മളിപ്പോ ഇവിടെ ഗ്യാസിൽ എന്തെങ്കിലും കുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇപ്പുറത്ത് എന്താ നടക്കുന്നത് കാണാൻ പറ്റും. നമ്മളിങ്ങനെ എത്തി നോക്കണം. നമ്മളിവിടെ ഒരു പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ പുകടുപ്പാണ് വരുന്നത് കണ്ടോ. ഇവിടെ ഇങ്ങനെ നമുക്ക് ചോറ് വെക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മുടെ ഹൗസ് വാമിങ്ങിന്റെ വ്ലോഗ് ഇട്ട ടൈമില് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സാധനം എന്താ ഇവിടെന്ന്. അത് നമ്മൾ പുറത്ത് നിന്ന് ഭയങ്കര പ്രൊജക്ട് ചെയ്ത് കാണുമല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മളത് ഉള്ളിലോട്ട് മാറ്റിയതാണ്. അപ്പോ ഇങ്ങനെയാണ്. ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ചോറുണ്ടാക്കാം. ഇവിടെ വന്നിട്ട് നമുക്ക് മീൻ പിടിച്ചാം. അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. പിന്നെ ഇത് നമ്മുടെ പാത്രം കഴുകുന്ന സെക്ഷൻ. പിന്നെ ഇത് പാത്രം വെക്കാൻ വേണ്ടിയിട്ടുള്ള സെക്ഷൻ. ഇവിടെ നമ്മള് സ്റ്റീലിന്റെ സംഭവങ്ങളും ഇവിടെ നമ്മളിങ്ങനെ ഗ്ലാസിന്റെ ഒരു ഭംഗിക്ക് അങ്ങനെ വെച്ചതാണ്. പിന്നെ ഇതിന്റെ മുകളിൽ റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പിന്നെ അങ്ങനെ നമുക്ക് വലിയ പാത്രങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അവിടെ സെറ്റ് ആക്കിയതാണ്. പിന്നെ എന്റെ അയ്യാനും നമ്മുടെ ഹോം ടൂറില് പങ്കെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമ്മള് കുറച്ചുകൂടി വലുതായിട്ട് ഒരേ വ്ലോഗിൽ പെടുത്താം. ഇപ്പൊ അവനെ അവിടെ ഇരുന്നോട്ടെ. നല്ല ഒച്ചലാക്കുന്നുണ്ട് അപ്പുറത്ത് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമ്മളിങ്ങനെ എന്താ പറയാ, ഇതിന് ചില്ലും കുപ്പികളൊക്കെ വെക്കാൻ വേണ്ടിട്ട് ജ്യൂസ് ഗ്ലാസും ചായ ഗ്ലാസും ഒക്കെ വെക്കാൻ വേണ്ടിട്ട് ഇങ്ങനത്തെ ഒരു ഏരിയ കൂടി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിൽ നമ്മൾ കാണിച്ചില്ലേ, അത് പുറത്തുനിന്ന് കാണുമ്പോൾ ജസ്റ്റ് ഒരു ഭംഗിക്ക്. ഇതാണ് നമ്മുടെ റിയൽ ഏരിയ. ഇവിടെയാണ് നമ്മുടെ സാധനങ്ങൾ ഇങ്ങനെ വെക്കുക. അപ്പോ ഇങ്ങനെയാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. പിന്നെ ഇത് പുറത്തോട്ടുള്ള ഡോറാണ്, അടുക്കളയിൽ നിന്നുള്ള ഡോറാണ്. ഇവിടുന്ന് ഇതാ ഇങ്ങനെയാണ് വ്യൂ. ഇവിടെ നമ്മുടെ കിണറും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിൽ കൂടെ പോയിട്ട് അവിടെ അലക്കണലും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇവിടുന്ന് കുറച്ച് പോയാൽ പുറത്തുനിന്നുള്ള ഒരു കോമൺ ബാത്റൂമും ഉണ്ട്. അതിങ്ങനെ പുറത്തുനിന്ന് ആരെങ്കിലൊക്കെ വന്നാൽ നമുക്ക് ബാത്റൂം യൂസ് ആക്കണമെങ്കിൽ അങ്ങനെ കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂം നമ്മൾ പുറത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. അതെനി കാണിക്കൊന്നും വേണ്ടല്ലോ, കുറച്ചിട്ട് പോയാൽ കോമൺ ബാത്റൂമായി. അത്രേ ഉള്ളൂ. കിണറും കാര്യങ്ങളും അത്രേ ഉള്ളൂ. അപ്പോ ഇനി നമുക്ക് നേരെ റൂമുകൾക്ക് പോകാം. നമ്മൾ റൂമുകൾ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. വരൂ. അപ്പൊ ലിവിംഗ് എന്ന് വന്നിട്ട് ഡൈനിങ് ഏരിയയുടെ അവിടെയാണ് റൂമുകൾ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഈ റൂമിലോട്ട് പോവാം. ഈ റൂം ആരുടെന്ന് ഞാൻ പറഞ്ഞില്ല. ആ റൂം തുറന്നാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് ആരുടെ റൂമാണെന്ന്. കമോ. അപ്പോ ഇതാണ് നമ്മുടെ അടിയിലുള്ള ഒരു ബെഡ്റൂം. നമ്മൾ റൂമിലോട്ട് കയറിയാൽ നമ്മൾ ആദ്യം തന്നെ കാണുക അവിടെ ഒരു മിററാണ്. നമുക്ക് നേരെ അടുത്ത് നമ്മൾ കാണാൻ എങ്ങനെയുണ്ടെന്ന് വേണമെങ്കിൽ നോക്കാം. അതിന്റെ ഇപ്പുറത്ത് നമുക്ക് ഇവിടെ ഒരു പൂമുഖം കാണാം. ഇതാണ് ഈ റൂമിന്റെ ഉടമ, സുമിത്താന്റെ റൂമാണ് ഈ റൂം. പിന്നെ അതായത് ഇവിടെ കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏരിയയും പിന്നെ മിററും. പിന്നെ എന്താ ഇങ്ങനെയാണ് ഇങ്ങോട്ട് വരുന്നത്. പിന്നെ ഇവിടെ ജനൽ വരുന്നുണ്ട്, അവിടെയും ഇവിടെയും ജനൽ വരുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ എന്റെ സത്തുവിന്റെ തൊട്ടിയാണ്. ഇത് പകലൊക്കെ അവന് ബെഡിൽ ഉറങ്ങൂല, എനിക്ക് തൊട്ടിനെ വേണം. അപ്പൊ അതിനാണ് തൊട്ടി. പിന്നെ ഇത് ബെഡ്, ഇതിപ്പോ ഞാൻ കൃത്യം പറയണല്ലോ. ഇത് പിന്നെ ഒരു ബെഡ്ലാമ്പ് പോലെ നമ്മൾ സെറ്റ് ആക്കിയതാണ്. അതൊക്കെ നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങിയതായിരുന്നു. സുന്ദരന്റെ റൂം ജസ്റ്റ് ഒരു ഐവറി കളറിലാണ് അവള് കർട്ടനും കാര്യങ്ങളും ഫാനും ഒക്കെ സെറ്റ് ആക്കിയിട്ടുള്ളത്. അതിനുശേഷം ഇവിടേക്ക് വേറൊരു സെക്ഷൻ ഉണ്ട്. ഇങ്ങോട്ട് വരും. ഇവിടെ നമ്മളിവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ എന്നുള്ള രീതിയിലേക്ക് നമ്മളത് പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വാർഡ്രോബ് അവിടെ കൊടുത്തപ്പോൾ അവിടെ സെറ്റ് ആക്കി. പിന്നെ നമ്മൾ ഇവിടെ ജസ്റ്റ് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനത്തെ ഒരു ഏരിയ ആക്കിയത് മാത്രം. ഇതില് സ്വത്തുവിന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ 37 ഫ്ലവറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സെറ്റൊക്കെ ആക്കിയിട്ടുള്ളൂ. പിന്നെ ഇവിടെ ഒരു ബാത്റൂം വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇവിടുത്തെ ബാത്റൂം വരുന്നത്.
ബാത്റൂമിൽ പിന്നെ നമ്മൾ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ സാധാ പോലെ തന്നെ ഒരു വാള് നമ്മൾ കാണുന്ന വാള് കണ്ണു പോകുന്ന ഒരു പെട്ടെന്ന് പോകുന്ന വാള് നമ്മളൊന്ന് ഹൈലൈറ്റ് ആക്കിയിട്ടുണ്ട്. അതാണ് ബാത്റൂമിന്റെ സ്പെഷ്യാലിറ്റി. അപ്പോൾ ഇങ്ങനെയാണ് സുമിതാത്താന്റെ റൂം വരുന്നത്. 17, 18, 16 എത്ര വയസ്സുള്ളപ്പോൾ ഉള്ള ഫോട്ടോ ആണിത്. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് റൂമിലോട്ട് പോവാം. ഇനി നമുക്ക് അടുത്ത റൂമിലോട്ട് പോവാം. താഴത്തെ ടോട്ടൽ 2 റൂമാണുള്ളത്, മുകളിലും 2 റൂമാണുള്ളത്. അപ്പൊ ഇനി നെക്സ്റ്റ് റൂമിലോട്ട് പോവാം. ഈ റൂം ഇമ്മാന്റെ പാപ്പാന്റെ റൂമാണ്. അപ്പൊ നമുക്ക് ഇനി നേരെ ഈ റൂമിലോട്ട് പോവാം. ഇത് ഇമ്മാന്റെ പാപ്പാന്റെ റൂമാണെങ്കിലും ഇത് ഇന്ത്യയും കൂടി റൂമാണ്. കാരണം മുകളിൽ എനിക്ക് റൂം ഉണ്ടെങ്കിലും പക്ഷേ ഏത് ടൈമിലും ഞാൻ ഇവിടെ ആയിരിക്കും. പിന്നെ ഉറങ്ങണമൊക്കെ ഞാൻ ഇമ്മാന്റെ ഒക്കെ ഒപ്പാണ്. എനിക്ക് ടോട്ടൽ 2 റൂമുണ്ട്. ഇങ്ങനെയാണ് ഇമ്മാന്റെ റൂം വരുന്നത്. ഇവിടെ ഒരു ജനല് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇങ്ങനത്തെ ഒരു ജനല് മാത്രമേ ഇവിടെ സെറ്റ് ആക്കിയിട്ടുള്ളൂ. പിന്നെ കബോർഡ് വരുന്നത് ഇവിടെ ഇങ്ങനെ ഈ ഒരു കളറിലാണ്, ഒരു ഗ്രീൻ, ഒരു പിസ്ത ഗ്രീൻ കളറിലാണ് കബോർഡ് വരുന്നത്. ഇങ്ങനെയാണ് ഇവിടുത്തെ മിറർ മേക്കപ്പ് ഏരിയ വരുന്നത്. നമ്മള് കബോർഡിന്റെ ഒപ്പം തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടാണ്. പിന്നെ ഇതാ ഇവിടെ ഇമ്മാന്റെ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാ ഇവിടെ എന്റെ ഒരു ഫോട്ടോ, പിന്നെ ഇതാ ഇവിടെ ഞങ്ങളുടെ 3 ആളുടെ ഒരു ഫോട്ടോ ഒക്കെ അമ്മ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ഫ്ലവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിനുള്ള സാധനങ്ങളൊക്കെ അമ്മ സെറ്റ് ആക്കിക്കോളൂ. ഇതെന്താ, ഇത് ബോഡി ലോഷനാണ് വേണ്ട. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു സംഭവം കൂടി ഉണ്ട്. പിന്നെ ഇമ്മാന്റെയും പാപ്പാന്റെയും റൂമില് കിങ് സൈസ് കട്ടിലാണ്. അത്യാവശ്യം വലിയ കട്ടിലാണ് നമ്മൾ കൊടുത്തിരുന്നത്. ഇതിന്റെ നടുവില് നമ്മുടെ ചെറുപ്പത്തെ ഫാമിലി ഫോട്ടോ ഉണ്ട്. ഇത് നേരെ കാണുന്നുണ്ടോ എന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു ഞാൻ 2ാം ക്ലാസ്സിലോ 1ാം ക്ലാസ്സിലോ ഒക്കെയാണ് ഇതിൽ പഠിക്കുമ്പോൾ. അത് ജസ്റ്റ് നമ്മൾ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ എല്ലാ റൂമിലും ഇതാ ഈ സംഭവം നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതിന് പുറമെ നമ്മൾക്ക് ഇതാ ഇവിടെ സംഭവം, ഇത് മറ്റേ മെഷീനാണ്. നമ്മളിങ്ങനെ ഡ്രസ്സൊക്കെ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് തരും. പക്ഷെ നമുക്ക് തുന്നാനൊന്നും അങ്ങനെ വലിയ ഇതൊന്നുമില്ല. പക്ഷെ അമ്മ നേരെ ഷേപ്പ് ചെയ്യും. അപ്പോൾ ഉമ്മ അങ്ങനെ മെഷീൻ വാങ്ങിയതാണിത്. അപ്പോൾ ഇത് നമ്മൾ ഇമ്മാന്റെ റൂമിൽ ഇമ്മ സെറ്റ് ചെയ്തതാണിത്. പിന്നെ ഇവിടെ 2 കസാര കാര്യങ്ങളൊക്കെ അമ്മ എടുത്ത് വെച്ചിരിക്കുന്നു. എന്തിനാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് തോന്നുന്നു തുന്നുമ്പോ കസാര ആയിരുന്നു തുന്നാനാ തോന്നുന്നു. അങ്ങനെ ഇവിടെയാണ് ബാത്റൂം വരുന്നത്. അപ്പൊ ദാ ഇങ്ങനെയാണ് ഉമ്മാന്റെ പപ്പാന്റെ ബാത്റൂം വരുന്നത്. ഇവിടെ ഈ വാളിലാണ് നമ്മൾ ഇത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു മിററും വാഷ് ബേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതാ ഇവിടെ. അപ്പൊ ഇത്രേ ഉള്ളൂ ഈ ബാത്റൂം. അപ്പൊ ഇനി നമുക്ക് നേരെ മുകളിലോട്ട് പോവാം. പിന്നെ ഡൈനിങ് ഏരിയയിൽ തന്നെയാണ് നമ്മുടെ സ്റ്റെയറും നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയ അല്ലെങ്കിൽ ഒരു കോമൺ ഹോൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നമുക്ക് നേരെ മുകളിലോട്ട് പോവാം. നമ്മുടെ സ്റ്റെയർ ഇതാ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. കാണുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ സ്റ്റെപ്പിലൊക്കെ നമ്മള് ഗ്രാനൈറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് പക്ഷെ വുഡിന്റെ ഇതിൽ ചെയ്യണം എന്നായിരുന്നു. പക്ഷെ ഇമ്മക്കും അപ്പാവും ഗ്രാനൈറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ഗ്രാനൈറ്റിൽ ചെയ്തു. പിന്നെ നമ്മളിങ്ങനെ കയറി വരുമ്പോ ഇവിടെ ഇങ്ങനെ പാർട്ടീഷൻ ചെയ്ത് നമുക്കിങ്ങനെ കാണും. അപ്പൊ നമ്മള് അങ്ങനെ ആരെങ്കിലും വന്നിട്ടാണെങ്കിൽ ഇങ്ങനെ വന്ന് നോക്കാം. നമുക്ക് മുകളിലാണ് ആണെങ്കിൽ നമുക്കിങ്ങനെ വന്ന് നോക്കാം ആരാ വന്നിക്കണത്. ജസ്റ്റ് ഒരു ഫൺ, അത്രയേ ഉള്ളൂ. പിന്നെ മുകളിൽ പോവാം. നമ്മള് സ്റ്റെയർ കയറി വന്നിട്ട് നമ്മുടെ സ്റ്റെയർ ഒന്നിങ്ങനെ ഈ ഒരു ഭാഗത്ത് നമ്മളൊരു വേവിന്റെ ചെയ്തിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിൽ നമ്മളിപ്പോ സ്റ്റെപ്പ് കയറിയിട്ട് കുറച്ച് നേരം കുഴങ്ങി നമുക്ക് ഇരിക്കണം, വേണമെങ്കിൽ ഇവിടെ ഇരിക്കാം. കുറച്ച് നേരം വേണമെങ്കിൽ റെസ്റ്റ് എടുത്തിട്ട് ബാക്കി കയറാം, അത്രേ ഉള്ളൂ. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിട്ട് നമ്മള് ഒരു ബേബിന്റെ ചെയ്തതാണ്. ഇവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ വ്യൂവും കിട്ടും. ആ റൂമിൽ ആരാണ്, ഈ റൂമിൽ ആരാണ്, അടുക്കളയ്ക്ക് പാല പോയി ഒക്കെ നമുക്ക് കാണാം. അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ബേ വിൻഡോ ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് ബേ വിൻഡോ ചെയ്തതാണ്. പിന്നെ ഇതായി കയറി പോണ ഈ ഒരു ഏരിയയിൽ ഒരു ലീഫിന്റെ ഒരു ലൈറ്റ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കർട്ടന് ബേവിൻഡോന്റെ ഉള്ളിൽ കൂടെ വരുന്ന പോലെയാണ് കർട്ടൻ ചെയ്തിട്ടുള്ളത്. ആദ്യം ഞാൻ വിചാരിച്ചത് ഇതിന്റെ പുറത്തുകൂടെ ഇതിന്റെ മുകളിൽ നിന്ന് ചെയ്യാമെന്നായിരുന്നു. പിന്നെ അങ്ങനെ ചെയ്താല് നമ്മുടെ ബേവിന്റെ ഉള്ളത് ഇവിടെ അത്ര പ്രൊജക്ട് ചെയ്ത് കാണൂല. അതുകൊണ്ട് പിന്നെ നമ്മൾ ഉള്ളിലോട്ട് മാറ്റിയതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ജസ്റ്റ് ഒരു ചെറിയൊരു ചെടി കൊടുത്തിട്ടുണ്ട്, ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിവിടെ മുകളിൽ ഒരു അത്യാവശ്യം പാടുള്ള ഒരു ഷാൻഡിയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഈ ഒരു ഷാൻഡിയർ അത്ര വലിപ്പമുള്ള അല്ല, എന്നാൽ നമ്മുടെ ഹോളിന് പാകമുള്ള ജസ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു പാകത്തിനുള്ള ഒരു ഷാൻഡിയറാണ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുള്ളത്.
അങ്ങനെയാണ് കയറി വരുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഹാളുണ്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ നേരെ നമ്മുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല സെറ്റായിട്ട് കാണാം. ഈ ഹാളിൽ നമ്മൾ വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു അയൺ ടേബിൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അല്ലാതെ ഈ ഹാളിൽ നമ്മൾ അധികം ഒന്നും ചെയ്തിട്ടില്ല. ഇൻഷാല്ലാ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ ഇത് ഫാനും കസാരയാണ്. പിന്നെ നമുക്ക് എവിടെ വെക്കാൻ സ്ഥലമില്ലാത്തത് നമ്മൾ ഇത് ഇവിടെ വെച്ചുള്ളൂ. പിന്നെ നമുക്ക് ഇനി നമ്മുടെ കോമൺ സിറ്റ് ഔട്ട് കണ്ടിട്ട് ഇനി നമുക്ക് റൂമുകൾക്കും കാര്യങ്ങൾക്കൊക്കെ പോവാം. കയറി വരുന്നതും നമ്മൾ ഈ ഒരു കോമൺ സിറ്റ് ഔട്ടിലോട്ടാണ് പോകുന്നത് വരും. അപ്പൊ ഇതാണ് നമ്മുടെ കോമൺ സിറ്റ് ഔട്ട്. കോമൺ സിറ്റ് ഔട്ടിൽ അങ്ങനെ ഏകദേശം ഇരുട്ടായിക്കണു, ക്ലിയർ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കണു. അതാണ് ഞാൻ ലൈറ്റും കാര്യങ്ങളും എല്ലായിടത്തും ഇട്ട് വെച്ചിരിക്കണേ, ഇനി ക്ലിയർ കുറവാവേണ്ട വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഊഞ്ഞാലാടാം. ഈ കോമൺ സിറ്റ് ഔട്ടിൽ നമ്മൾ ഈ ഒരു ഊഞ്ഞാൽ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഇരുന്നാടാം. ഇനി അത് പോരെങ്കിൽ നമുക്ക് ഇവിടെ ഇരിക്കാം. അങ്ങനെ കസിൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് ഇതാക്കുമ്പോൾ നല്ലൊരു ചിൽ ഏരിയ ആണ്. നമുക്ക് ഇങ്ങനെ ആടാം. ഞാനിപ്പോ വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യാൻ ഇങ്ങോട്ടാണ് വരാറ്. കാരണം ഇവിടെ ഒന്നുകൂടി നെറ്റ് സ്പീഡ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് വീഡിയോ അപ്ലോഡ് ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീഡിയോ അപ്ലോഡ് ആക്കണ ഏരിയ ആണ് ഇത്. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾ വിചാരിക്കും ഇത്രേ ഉള്ളൂ എന്ന്, സിറ്റോട്ട് ഇത്രയില്ല. നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് ചാടിയിട്ട് നമുക്കൊരു ഓപ്പൺ ഇതുപോലെ വേണമെങ്കിൽ ഇവിടെയും സെറ്റാക്കാം. ഇങ്ങനെയൊക്കെ നിന്നിട്ട് വണ്ടി കൂടെ അല്ല റോഡിൽ കൂടെ വണ്ടികൾ പോണത് കാണാം. ഇവിടെ ആരെ പുറത്തിറങ്ങിയെന്ന് കാണാം. അതൊക്കെ ഇവിടെ നിന്നിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം. പിന്നെ അങ്ങനെ അവിടെ അത് അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ടായി നമുക്ക് റൂമിലോട്ട് പോകാം. വരും. അപ്പൊ ഇത് നമ്മുടെ കോമൺ സിറ്റ് ഔട്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്കൊരു ഓപ്പൺ ടെറസ് വരുന്നുണ്ട്. അതും കൂടി കാണിച്ചിട്ട് ലൈറ്റ് പോണതിന് മുമ്പ് വേഗം അതും കൂടി കാണിക്കാം. നമ്മുടെ ഓപ്പൺ ടെറസ് വരുന്നത് ഇവിടെ ഒന്നുമില്ല, ജസ്റ്റ് ബ്ലാങ്ക് ഏരിയ ആണ്. പറയാൻ മാത്രമുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഒരു വാഷിംഗ് മെഷീൻ മാത്രമാണ്. ഇത് പിന്നെ അങ്ങനെ പുറത്തായതുകൊണ്ട് നമ്മളൊരു സേഫ്റ്റിക്ക് ഇതെടുത്ത് വിരിച്ചു കൊടുത്തതാണ്. ഇപ്പോൾ വെളിച്ചമുണ്ടോ? വെയിലും ഇതൊക്കെ കൊള്ളാതിരിക്കാൻ നമ്മൾ ഈ ഒരു ബ്ലാങ്കറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ഇത് വെച്ചു എന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഓപ്പൺ ടെറസ് വരുന്നത്. ഇനി നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇവിടെ അടിപൊളിയാക്കി സെറ്റാക്കാം എന്ന് വിചാരിക്കണു. ഇനി അറിയില്ല. ഇനി നമുക്ക് നേരെ നമ്മുടെ ബാക്കി 2 റൂമും കൂടി കാണാം. എന്നിട്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാം. വരും. അപ്പൊ ഇനി നേരെ കാക്കൂന്റെ റൂമിൽ പോകാം. അതിന്റെ അപ്പുറത്തെ റൂമാണ്. നമുക്ക് ലാസ്റ്റ് കാണാം. കാക്കൂത്രൊന്നുമില്ല എന്നാലും ഇതിനി കാക്കൂന്റെ റൂമാണ്. ഇതാണ് കാക്കൂന്റെ റൂം. ഇതാണ് കാക്കൂന്റെ റൂം. ഇത് ജസ്റ്റ് ഒരു ടീപ്പോയാണ്. അപ്പൊ നിങ്ങളുടെ കൊണ്ടുവന്ന് വെച്ചാണ്. പിന്നെ ഇവിടെ ജനൽ വരുന്നുണ്ട്, അവിടെയും ഇവിടെയും ജനൽ വരുന്നുണ്ട്. പിന്നെ ഇവിടെയാണ് കബോർഡും കാര്യങ്ങളും വരുന്നത്. അതിന്റെ കൂടെ ഇവിടെയാണ് മിററും മേക്കപ്പ് ഒക്കെ ചെയ്യാൻ പറ്റിയ സെറ്റപ്പ് ഒക്കെ നമ്മൾ ഇവിടെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ പൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതെന്റെ ബർത്ത്ഡേക്ക് എനിക്ക് നാത്തൂന് എനിക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ് ഈ സംഭവം. അങ്ങനെ പിന്നെ എൻ്റെ ക്യാമറാമാൻ ഉമ്മയാണ് പറ്റുന്ന ഓലക്കം എടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് കാക്കൂൻ്റെ ബാത്റൂം വരുന്നത്. ഇവിടെയും ഒരു വോള് ഹൈലൈറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. എല്ലാ ബാത്റൂമിലും ഹൈലൈറ്റ് ആക്കിയ വോള് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കാക്കൂന്റെ റൂമിൽ വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇവിടെ ഒരു സിറ്റ് ഔട്ട് കൂടി ഉണ്ട്. അതുകൂടി കാണിച്ചു തരാം. ഇവിടെ ഒരു സിറ്റ് ഔട്ടും കൂടി ഉണ്ട്. ഇവിടെ ഇപ്പൊ ലൈറ്റ് ഫിക്സ് ആക്കിയിട്ടില്ല. അതിന് സോയിക്കാക്ക് വന്നിട്ട് വേണം. അത് മീൻസ് ബൾബ് ഹോളറിന്റെ ഉള്ളിൽ വെക്കണമല്ലോ, അത് വെച്ചിട്ടില്ല. അത് വെക്കാത്തോണ്ട് ക്ലിയർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സിറ്റ് ഔട്ട് ഒക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കാഴ്ചകൾ കാണാം. വേണമെങ്കിൽ നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ കിട്ടും ഇവിടെ ഇരുന്നാല്. നല്ല ലൈറ്റിൽ ഇതിപ്പോ ഇരുട്ടായതുകൊണ്ടാണ്. ഇവിടെ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കാം. അങ്ങനെയൊക്കെ പറ്റിയ ഒരു ഏരിയ ആണ്. ഇതിപ്പോ ഇരുട്ടായതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നല്ല ക്ലിയറിൽ കിട്ടുമായിരുന്നു. സോറി. ഇത് അങ്ങനെ. ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്ക് എൻ്റെ റൂമിലോട്ട് പോവാം. അവിടെ നിന്ന് വന്നിട്ട് ഇങ്ങനെ ഉള്ളിലോട്ട് വന്നിട്ടാണ് എൻ്റെ റൂം എന്ന് പറയാൻ പേര് മാത്രമേ ഉള്ളൂ. ഞാൻ ഇവിടെ ഉറങ്ങലൊന്നുമില്ല. ഞാൻ ജസ്റ്റ് രാവിലെ എണീച്ചിട്ട് ഇങ്ങോട്ട് വരും. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഞാൻ പിന്നെ ഇതാത്ത തന്നെ പോകും. ഞാൻ ഉറക്കമൊക്കെ ഇമ്മാൻ്റെപ്പാണ്. അദ്ദേഹം പറഞ്ഞു എനിക്ക് ഈ വീട്ടിൽ 2 റൂം ഉണ്ട്. ഇത് ഞാൻ അങ്ങനെ രാവിലെയൊക്കെ വന്ന് ജസ്റ്റ് ചില്ല് ചെയ്യാൻ വരുന്ന ഒരു ഏരിയ ആണ്. അടിയിൽ ഉറങ്ങും.
അപ്പൊ നമുക്ക് റൂമിലോട്ട് പോകാം. ഇതാണ് ഇന്റെ റൂം. അപ്പൊ ദാ ഇങ്ങനെയാണ് ഇന്റെ റൂം വരുന്നത്. ഇന്റെ റൂമിന്റെ തൊട്ട് താഴെയാണ് സുമിതാന്റെ റൂം വരുന്നത്. കാക്കുവിന്റെ റൂമിന്റെ തൊട്ട് താഴെയാണ് ഇമ്മാന്റെ പപ്പാന്റെ റൂം വരുന്നത്. അപ്പോ നമ്മളിതാ എല്ലാ റൂമിലും ഞാൻ പറഞ്ഞില്ലേ, എല്ലാ റൂമിലും നമ്മള് ഈ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്റെ റൂമാണ് തെളിയിക്കാൻ വേണ്ടിട്ട് വലിയൊരു സാധനം എടുത്തിട്ടുണ്ട്. ഇത് പിന്നെന്താപ്പോ ഇത് ജസ്റ്റ് കട്ടിൽ. ഇത് ഇവിടെ കട്ടിലും ഇതൊന്നും ഇടില്ലാന്നായിരുന്നു നമ്മൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് എനിക്ക് ജസ്റ്റ് വന്ന് പകലൊക്കെ ഒന്ന് ചില്ല് ചെയ്യണമെങ്കിൽ ഇരിക്കാൻ വേണ്ടിട്ട് ഒരു കട്ടിൽ. ഇത് നമ്മൾ പഴയ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കട്ടിലാണ് ഇത് എന്റെ റൂമിലുള്ളത്. പിന്നെ ഇവിടെ ഒരു ബേ വിൻഡോ കൂടി ഉണ്ട്. നിങ്ങൾ ആ കർട്ടൻ വെറുതെ എന്ന് വിചാരിച്ചോ, അത് ബേ വിൻഡോ മറക്കാൻ വേണ്ടിയുള്ള ഒരു കർട്ടനായിരുന്നു. ഇവിടെ പിന്നെ എന്റെ പുസ്തകവും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിരിക്കുകയാണ്. അല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇവിടെ വേണമെങ്കിൽ ഞാൻ ജനലൊക്കെ തുറന്നിട്ട് ആലോചിച്ചിരിക്കാം. എനിക്ക് ഇല്ലാത്ത കമ്പനെ വേണമെങ്കിൽ ആലോചിച്ചിരിക്കാം. അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ഒരു ദിവസം അങ്ങനെയൊക്കെ ഇരുന്നിരുന്നു. അതാണ് അവിടെ ഉള്ളത്. പിന്നെതാ ഇവിടെയാണ് എന്റെ വാർഡ്രോബ് വരുന്നത്. ഞാനൊരു ഓഫ് വൈറ്റിലാണ് വാർഡ്രോബ് ചെയ്തിട്ടുള്ളത്. ഒരു ഓഫ് വൈറ്റ് ആൻഡ് ബ്രൗൺ കളറാണ് ഞാൻ എന്റെ റൂമിലേക്ക് നോക്കിയത്. ബ്രൗൺ കളർ കേട്ടനും പിന്നെ ബെഡ്ഷീറ്റും ഒക്കെ ഞാൻ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയിരുന്നു. പിന്നെ ഇതൊരു ഓഫ് വൈറ്റും ഇങ്ങനെ കബോർഡ്. പിന്നെതാ ഇതാണ് എന്റെ ഏരിയ, എന്റെ മേക്കപ്പ് ഏരിയ. ഇതിൽ കുറെ എന്റെ ഐറ്റംസുകളാണ്, ഫുൾ എന്റെ ഐറ്റംസ് ആണ്. അപ്പോ ഇങ്ങനെയാണ് എന്റെ ഇത് വരുന്നത്. പിന്നെ ഇതില് നിങ്ങൾ വിചാരിക്കും ഇത് ഇങ്ങനെ ഉള്ളൂന്ന്, പക്ഷെ ഇതിൽ വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇങ്ങനെ ഈ ഒരു സംഭവം വരുമ്പോ ഈ ഡോർ ഇങ്ങനെ തുറക്കും. നിങ്ങൾ ചിന്തിച്ചോ? തുറക്കാറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിങ്ങനെ നീക്കണം. അപ്പൊ നമുക്ക് ഇത് തുറക്കാം. അത് നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് ഇതങ്ങോട്ട് തന്നെ നീക്കി വെക്കാം. അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ മേക്കപ്പ് ഏരിയ വരുന്നത്, എൻ്റെ ഏരിയ. പിന്നെന്താ എൻ്റെ കബോർഡിൻ്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനത്തെ ഒരു ഇതുകൂടി ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ സംഭവം. ഇത് മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ ഇത് ടവലും കാര്യങ്ങളൊക്കെയാണ്. ഇത് ഇങ്ങനെ ഞാൻ ജസ്റ്റ് അഡീഷണൽ ആയിട്ട് ചെയ്യിപ്പിച്ചതാണ് ഈ ഒരു ഐറ്റം. അവിടുന്ന് പോയിട്ട് നമ്മൾ അടിയത്തെ റൂമിൽ കാണില്ലേ, അതേ സെയിം സംഭവം തന്നെയാണ്. ഇവിടെ ഇങ്ങനെ ഒരു ഇതുണ്ട്. ഇത് എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സെറ്റാക്കിയതാണ് ഈ ഒരു സംഭവം. നമുക്ക് ഇരുന്ന് പഠിക്കാമല്ലോ, വേണമെങ്കിൽ ആ വിൻഡോയിലും ഇരുന്ന് പഠിക്കാം. പിന്നെ ഞാൻ അങ്ങനെ ഒരു രീതിയിൽ ഇവിടെ സെറ്റാക്കിയതാണ്. ഞാൻ ആദ്യമേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മേക്കപ്പ് ഏരിയ ആ ഒരു ഏരിയയിലാണെന്ന്. അത് ഞാൻ അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ ഞാൻ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല, എനിക്കിത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ സെറ്റാക്കി. അപ്പൊ അതാ ഇവിടെയാണ് ബാത്റൂം വരുന്നത്. സെയിം അടിയത്തെ റൂമിൽ കണ്ട സെയിം പോലെ തന്നെയാണ്. ലൈക്ക് ദിസ്. ഈ ബാത്റൂമിൽ നമ്മൾ ബ്ലാക്ക് കളറാണ് നമ്മൾ വോള് ഹൈലൈറ്റ് ആക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ബ്ലാക്ക്. എൻ്റെ ബാത്റൂമിൽ ഒരു ബ്ലാക്ക് കൈൻഡ് ഓഫ് ടച്ച് വരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്ത വോള് ഹൈലൈറ്റ് ചെയ്ത സാധനം ബ്ലാക്ക് കളറായിരുന്നു ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതാണ് എൻ്റെ റൂമിന്റെ ഒരു ഇത്. നമ്മുടെ വീടിന്റെ റൂം ടൂർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ വീടിന്റെ വിശേഷങ്ങൾ. കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹോം ടൂർ എന്ന്. അവർക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം. ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ എക്കോ ഉണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഇനി ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളിത് കുറെ കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഫുള്ള് കോയമ്പത്തൂർ പോയിട്ട് വാങ്ങിയതാണ്. പിന്നെ നമ്മൾ ഇവിടെ നിന്നൊന്നും അല്ല വാങ്ങിയത്, കോയമ്പത്തൂരിൽ നിന്ന് പോയിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ഇന്റീരിയർ വർക്കും കബോർഡ് വർക്ക്സും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണമെന്നുണ്ട്, ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ നമ്പറോ ഡീറ്റെയിൽസോ കൊടുക്കാം. നിങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ അടിയിൽ കമന്റ് ബോക്സിൽ തരാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വീടിന്റെ വിശേഷങ്ങൾ. നമ്മളിപ്പോൾ ഏകദേശം ഇവിടെ സെറ്റായി. ഓൾമോസ്റ്റ് ഒരു 2 weeks ഒക്കെ ആയി നമ്മളിവിടെ താമസിക്കൽ തുടങ്ങിയിട്ട്. പിന്നെ നമ്മുടെ പഴയ വീട് മിസ് ചെയ്യുന്നുണ്ടോ ചോദിച്ചാൽ ഓഫ്കോഴ്സ് നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ വീഡിയോസ് ഒക്കെ എടുക്കാൻ എനിക്ക് വളരെ പരിമിതികളുണ്ടായിരുന്നു അവിടെ. കാരണം ലൈറ്റ്സ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ക്ലിയർ ഉണ്ടാവില്ല. പിന്നെ എല്ലായിടത്തും ഉള്ള സാധനങ്ങളായിരിക്കാറ്. കാരണം നമ്മുടെ ആളുകളുടെ എണ്ണം കൂടുകയാണ് നമ്മുടെ വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവരുടേതായ സാധനങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് വെക്കാൻ ഞങ്ങൾക്ക് സ്ഥലം ഇല്ലാതായി. കുറേ കഴിഞ്ഞപ്പോൾ
എനിക്ക് ഇതൊന്നും വെക്കാൻ സ്ഥലമില്ല, എവിടെ വെക്കേണ്ടതെന്നും കൂടി അറിയില്ല. അപ്പോൾ നോക്കുന്നിടത്തൊക്കെ സാധനങ്ങളായിരിക്കും. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒക്കെ സെറ്റായി റെഡിയായി. ആ ഒരു പരിമിതികൾ മാത്രമേ ആ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. പിന്നെ എല്ലാവരുടെയും ആഗ്രഹമായിരിക്കുമല്ലോ നല്ലൊരു വീട് എന്നുള്ളത്. അതുപോലെ അൽഹംദുലില്ലാ നമുക്കും വീടൊക്കെ സെറ്റായി. ഇനി വീട് ഒരു സ്വന്തമായിട്ട് വീട് ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ടാവും. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും സെറ്റ് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വീടിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.